ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ബീട്രൂട്ട് കൃഷിയെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബീട്രൂട്ട് കൃഷി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. സാധാരണ പോട്ടിൽ തന്നെയാണ് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം ബീട്രൂട്ട് കൃഷി വിത്തിട്ടാണ് കൃഷി ചെയ്തത്. അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാം. അപ്പം കണ്ടല്ലോ, ബീട്രൂട്ട് ഒരുവിധം നല്ല വലിപ്പത്തിലുള്ള ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് കൃഷി ചെയ്യുമ്പോഴുള്ള മെയിനായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ബീട്രൂട്ടിനോടൊപ്പം തന്നെ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഇലയും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ബീട്രൂട്ടിനേക്കാളും ഗുണങ്ങൾ കൂടുതലായിരിക്കാനാണ് സാധ്യത ബീട്രൂട്ടിൻ്റെ ഇലയ്ക്ക്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഇല കറി വെക്കുന്നത് വളരെയധികം ഗുണം ഉള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ അത് പറിച്ചെടുത്തു. അപ്പോൾ നമുക്കതൊന്ന് മുറിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്ന് കാണാമല്ലോ. നല്ല കഴുകിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ ഇല കറി വെക്കാനായിട്ട് അതും റെഡിയാക്കാനായിട്ടുണ്ട്. അപ്പം ബീട്രൂട്ട് മുറിച്ച് കാണിച്ചു തരാവേ. അടിപൊളി കളറാണ് കേട്ടോ, കണ്ടോ, നല്ല സൂപ്പർ കളറാണ്. പിന്നെ ബീട്രൂട്ടിൻ്റെ ഇലയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടുണ്ടല്ലോ, ഇത് നമുക്ക് വീണ്ടും കുഴിച്ച് വെക്കാം കേട്ടോ. ഇത് കുഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിന് ഇലകളുണ്ടാകും. പക്ഷേങ്കിൽ നമുക്ക് ബീട്രൂട്ട് ഉണ്ടാവത്തില്ല, വേര് വന്ന് ബീട്രൂട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇലകൾ നമുക്ക് വീണ്ടും പറിച്ച് തോരൻ വെക്കാനോ ദാലിട്ട് കറി വെക്കാൻ നല്ലതാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഇല ദാലിട്ട് കറി വെച്ച് തേങ്ങയൊക്കെ അരച്ച് ചാറ് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീട്രൂട്ട് ഞാൻ കൃഷി ചെയ്തത് ചെറിയ ചെറിയ പാത്രങ്ങളിലും ഇത് കണ്ടു മിൽക്കിൻ്റെയൊക്കെ പോട്ടുകളിലാണ്. എല്ലാ തവണയും ഞാൻ അങ്ങനെയൊക്കെയാണ് വെക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണയും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പോട്ടുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും കളയാതെ എടുത്ത് വെച്ച് നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനൊക്കെ, തൈരാണേലും പാലിൻ്റെ ആണേലും പിന്നെ ചെറിയ ചെറിയ ചാക്ക്, നമ്മൾ അരിയൊക്കെ മേടിക്കുന്ന ചാക്ക്, പാത്രങ്ങൾ ഒന്നും കളയണ്ടെന്നേ, ഇതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മണ്ണിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് കൃഷിയിൽ നിന്നല്ല, ബീട്രൂട്ട് ഒരു ശീതകാല പച്ചക്കറിയാണല്ലോ. അപ്പോൾ ബീട്രൂട്ട് കൃഷിയിലും അതുപോലെ തന്നെ എല്ലാ കൃഷികളിലും നമ്മൾ മണ്ണ് ശ്രദ്ധിക്കണം. നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം ചെടികൾക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പം ഇത് കണ്ടോ, ഈ ബീട്രൂട്ടിൻ്റെ ഒരവസ്ഥ കണ്ടോ. അപ്പോൾ ഇത് മണ്ണ് മാഞ്ഞു പോയതുപോലെ നമുക്ക് തോന്നും അല്ലേ, മണ്ണിൽ നിന്ന് പറഞ്ഞു കിടക്കുന്നത് പോലെ തോന്നും. അത് ബീട്രൂട്ട് വളർന്നു വന്ന് ഒരു ശകലം കഴിയുമ്പോൾ അതിങ്ങനെ മണ്ണിൽ നിന്നും പൊങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കും അത് പറഞ്ഞു പോയതാണ്, അത് വേസ്റ്റായി പോയി എന്ന്. അങ്ങനെയല്ല, അതിനകത്ത് ഇതുപോലെ ഇച്ചിരി മണ്ണ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതിനകത്ത് മണ്ണും ചാണകപ്പൊടിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു പോട്ടിൽ മാത്രമല്ല, എല്ലാ പോട്ടിലും ഇതുപോലെ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇനി പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എല്ലാ തവണയും ഞാൻ പറയുന്നതാണ്, ഞാൻ മണ്ണ് പ്രിപ്പയർ ചെയ്യുന്ന പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അതിനകത്തുനിന്ന് കിളുത്ത് വരുന്നതാണ് കേട്ടോ. പപ്പായയും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൈകളും ചീനിയുടെ തൈകളും ഒക്കെ കിളുത്ത് വരാറുണ്ട്. അപ്പം നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒന്നും കളയാതെ വീട്ടിൽ കിട്ടുന്ന ഇതൊക്കെ എടുത്ത് നമ്മൾ മണ്ണ് റെഡിയാക്കുമ്പോൾ അതിനകത്ത് ചകിരിച്ചോറും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും സെപ്പറേറ്റ് ചെയ്യുമൊന്നും വേണ്ട, അതൊക്കെ അതുപടി തന്നെ. അപ്പോൾ ഈ വർഷത്തെ മണ്ണെടുത്ത് നമുക്ക് അടുത്ത വർഷം വീണ്ടും അതിനകത്തേക്ക് വീണ്ടും പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഉപയോഗിച്ച് കഴിയാൻ നേരത്ത് നല്ല നീർവാർച്ചയുള്ള മണ്ണ് തന്നെ കിട്ടും. മണ്ണിന് കട്ടി കൂടി പോകത്തില്ല കേട്ടോ. കാരണം അതിനകത്ത് മെയിനായിട്ട് കിടക്കുന്നത് ഈ പച്ചക്കറി വേസ്റ്റും ഇലകളുള്ളവർക്കാണെങ്കിൽ ഇലകൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുക. അതൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണ് നമുക്ക് കിട്ടും. അപ്പം പിന്നെ മണ്ണിൽ ഡയറക്റ്റായിട്ട് കുഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് മണ്ണ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഒന്ന് തട്ടിപ്പൊത്തി മണ്ണൊന്ന് കൂട്ടിയൊക്കെ കൊടുക്കുന്നത് വളരെയധികം ബീട്രൂട്ടിന് നല്ലതായിരിക്കും. പിന്നെ ശീതകാല പച്ചക്കറിയാണെന്ന് അറിയാമല്ലോ. അപ്പം സാധാരണ തണുപ്പ് കാലത്താണ് ഈ ബീട്രൂട്ടൊക്കെ നട്ട് വെക്കുക. കൂടുതൽ മഴയൊക്കെ ഡയറക്റ്റായിട്ട് അടിക്കാതിരിക്കാനൊക്കെ നമുക്ക് ഇത് എടുത്ത് മഴയത്തുനിന്ന് മാറ്റി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോട്ടിനകത്ത് കൃഷി ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഗ്രോ ബാഗിലോ പോട്ടുകളിലോ ഒക്കെ ബീട്രൂട്ട് കൃഷി വളരെയധികം. പിന്നെ ബീട്രൂട്ട് കൃഷിക്ക് മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്,
ഇത് നമ്മൾ സീഡ് ഇടുവാണല്ലോ, സീഡ് ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു ഒറ്റ സീഡായിരിക്കും ചിലപ്പോൾ ഇടുക, പക്ഷേ അതിനകത്ത് നിന്ന് 2 3 പ്ലാന്റ് വരെ കിളുത്ത് വരാറുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ കണ്ടില്ലേ 2 പ്ലാന്റും 3 പ്ലാന്റും ഒക്കെ കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നിർത്തിയിട്ട് ബാക്കി 2 എണ്ണം പിഴുത് കളയാം കേട്ടോ, വേണമെങ്കിൽ. അല്ലെങ്കിൽ അതിന് സ്പേസ് കൊടുത്ത് നിർത്തുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇത്തവണ പിഴുതൊന്നും കളഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കട്ടയ്ക്കൊക്കെ ബീട്രൂട്ട് ആയി വന്നായിരുന്നു. അപ്പം നമ്മളത് നല്ലപോലെ സ്പേസ് കൊടുത്തിട്ട് ബീട്രൂട്ട് കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2 പ്ലാന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പിഴുത് കളയുക. അപ്പം ഞാൻ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, നല്ല പോലെ ബീട്രൂട്ട് ആരോഗ്യമുള്ള ബീട്രൂട്ടിൻ്റെ ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ, പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എല്ലാ തവണയും ഞാൻ പറയാറുള്ളതാണ്, എൻ്റെ പഴയ വീടുകളിലെല്ലാം ഉണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല കുറച്ച് വളക്കൂറുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ നല്ല അടിപൊളി ബീട്രൂട്ടിൻ്റെ ഇലയും ഒക്കെ നമുക്ക് കിട്ടും. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ബീട്രൂട്ടൊക്കെ കൃഷി ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ബീട്രൂട്ട് ഏകദേശം ഒരു 60-70 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഈ മണ്ണിൻ്റെ മുകളിലേക്ക് അതിങ്ങനെ പൊങ്ങി വരും. ബീട്രൂട്ട് ഉണ്ടായി കഴിയുമ്പോൾ ആ സമയത്ത് നമുക്ക് ഏകദേശം നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ ഏകദേശം പാകമായിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഒരുപാട് നാൾ മണ്ണിനകത്ത് ഇട്ടുകൊണ്ട് കിടക്കുന്നതിലും നല്ലത് പെട്ടെന്ന് തന്നെ വിളവെടുക്കുന്നതാണ് കേട്ടോ. ഏകദേശം ബീട്രൂട്ട് ആകാറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കലൊക്കെ കുറച്ച് മതി കേട്ടോ. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ വെള്ളം നനയൊക്കെ മെല്ലെ നിർത്തി നമുക്ക് ബീട്രൂട്ട് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബീട്രൂട്ട് കൃഷിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്തത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഗോഡ് ബ്ലെസ് യു.